1977. സ്ഥലം രാജസ്ഥാനിലെ ജയ്പൂർ. അവിടെ ഒഴിഞ്ഞ ഒരു വഴിയിൽ നിന്ന് ബോഡി ലഭിക്കുന്നു. കണ്ടെടുത്ത ബോഡിക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അതായത് അയാളെ ആരോ കൊലപ്പെടുത്തിയതാണ്. കൊലപ്പെടുത്തിയ രീതി എന്ന് പറയുന്നത് കഴുത്തെല്ലിനേറ്റ ശക്തമായ ആഘാതമാണ്. കഴുത്തെല്ല് ഒടിഞ്ഞിട്ടുണ്ട്. അതും ചെവിക്ക് താഴെയായിട്ടാണ് ഈ ആഘാതം ഏറ്റിരിക്കുന്നത്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഏകദേശം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നായി 20ഓളം ബോഡികൾ സമാനമായ രീതിയിൽ തന്നെ ലഭിക്കുന്നു. പക്ഷെ പോലീസുകാർക്ക് ഇതിലുള്ള സാമ്യത എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരുന്നു ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു പത്ര റിപ്പോർട്ട് വരികയാണ്. അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ഈ കണ്ടെടുത്ത കൊലപാതകങ്ങളിലെല്ലാം ഒരു സാമ്യതയുണ്ടെന്ന്. അത് ഒരു പോലീസുകാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർക്കും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു ബോഡി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു. അതിൽ നിന്ന് ഇതെന്താണ് സംഭവമെന്നറിയാൻ ആ പോലീസുകാരൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇത്രയും നടന്ന കൊലപാതകങ്ങളുടെ എല്ലാം കേസ് ഷീറ്റുകൾ എടുത്ത് പരിശോധിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി: ഇതെല്ലാം നടന്നിരിക്കുന്നത് ജയ്പൂരിലെ ഒഴിഞ്ഞ വഴികളിൽ, അതായത് ഒറ്റയ്ക്ക് പോയവരിലാണ്. അതും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കഴുത്തലിനേറ്റ ശക്തമായ ആഘാതം, അതും ചെവിക്ക് താഴെയായി. അങ്ങനെ കൊലപാതകയെ കണ്ടെത്താൻ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു. വിവിധ ഗ്രൂപ്പുകളായി അവിടെ അന്വേഷണം തുടരുന്നു. എന്നാൽ ലഭിക്കുന്നില്ല. ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോകാത്ത അവസ്ഥ. പക്ഷേ കൊലപാതകങ്ങൾ കുറയുന്നുണ്ടോ? അതുമില്ല. വീണ്ടും ഇതേ കൊലപാതകങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം 50 കൊലപാതകങ്ങളോളം ജയ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നു. പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതായി കുറച്ചുപേര് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞങ്ങളെ ആരോ ആക്രമിക്കാൻ വരുന്നു. തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. പക്ഷെ വന്നവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് ഒരേ കഥ തന്നെ. ഒഴിഞ്ഞ വഴികളിലൂടെ, അത് രാത്രിയായിരിക്കും കൂടുതലും, നടന്നങ്ങനെ പോകുമ്പോൾ ഒരു തുണിക്കെട്ട് കാണാം. കമ്പിളി കൊണ്ടുള്ള തുണിക്കെട്ട്. സ്വാഭാവികമായും ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണെന്ന് കരുതി അലക്ഷ്യമായി തന്നെ ഇവർ മുന്നിലേക്ക് നടക്കും. എന്നാൽ ഇവർ അടുത്തെത്തുന്നതോടെ ആ കമ്പിളിപ്പുതപ്പിൽ നിന്ന് ഒരാൾ ചാടി അടുത്തേക്ക് വന്ന് എന്തോ വലിയൊരു ആയുധം ഉപയോഗിച്ച് കഴുത്തിലേക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കും. സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഇവരെല്ലാവരും തന്നെ തലനാരിഴയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വിവരം അങ്ങ് പരക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് വരെ ഈ ഒരു കാര്യത്തിൽ അതിയായ ഒരു താല്പര്യം കാണിക്കാൻ തുടങ്ങുന്നു. കാരണം ഇത്തരത്തിൽ ഒരു സീരിയൽ കില്ലർ അവിടെ ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കാരണം ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാവുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടെത്തണമെന്നുള്ളൊരു സമ്മർദ്ദം അവിടുത്തെ ലോക്കൽ പോലീസിനും ലഭിക്കുന്നു. പല ഗ്രൂപ്പുകളായി പല സ്ഥലങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന വഴികളിലൊക്കെ തന്നെ ഇവർ ഒളിച്ചിരുന്ന് ആളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കിട്ടാത്തതിനെ തുടർന്ന് തന്നെ നേരിട്ട് കണ്ടു എന്ന് പറയപ്പെടുന്ന 3 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കൊലയാളികളുടെ രൂപം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു. സ്കെച്ച് തയ്യാറായി കഴിഞ്ഞ് പോലീസുകാരെല്ലാം ഒരുപോലെ തന്നെ ഞെട്ടി. സ്വാഭാവികമായും കൊലപാതകത്തിൻ്റെ രീതിയിൽ നിന്ന് അവർ വിചാരിച്ചിരുന്നത് വളരെ പ്രായമുള്ള ശക്തനായ ഒരാളായിരിക്കും എന്നാണ്. എന്നാൽ സ്കെച്ചിലൂടെ കണ്ടെത്തിയ ആളുടെ ഏകദേശം പ്രായം എന്ന് പറയുന്നത് 20-25 അത്രയേ പറയൂ. എന്തായാലും ഇയാളെ കണ്ടെത്തണമെന്ന് പോലീസുകാർ ഉറപ്പിച്ചു. അങ്ങനെ സ്ഥിരമായി ഒളിച്ചിരിക്കാനുള്ള ഒരു വഴിയിൽ അങ്ങനെ പോലീസുകാർ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ മുമ്പിലേക്ക് ഇതുപോലെ കമ്പിളി പുതച്ചുകൊണ്ട് ഒരാൾ നടന്നു വരുന്നത് ശ്രദ്ധിക്കുന്നത്. ആദ്യം തന്നെ അയാൾ ഒരു മരച്ചൂട്ടിലായി ചെന്ന് എന്തോ ഒന്ന് വെക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ കമ്പിളി പുതച്ച് അവിടെ ഇങ്ങനെ പമ്മിയിരിക്കുന്നു. പോലീസുകാർ പെട്ടെന്ന് ചെന്ന് അയാളെ ചെന്ന് പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കുറേ അധികം ചോദ്യം ചെയ്തു. ആദ്യം ഒന്നും തന്നെ അവൻ മിണ്ടുന്നതേ ഇല്ല. കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ, ഏകദേശം 20-22, അതിനപ്പുറം പോവുകയില്ല അവൻ്റെ പ്രായമെന്ന് പറയുന്നത്. എന്നാൽ ചോദിക്കും തോറും അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചിരിയാണ് പുറത്തേക്ക് വരുന്നത്. ശരിയാണ് സാർ, ഞാൻ തന്നെയാണ് എല്ലാവരെയും കൊന്നിരിക്കുന്നത്. ഇതിനോടകം കൊലപാതകത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 60ഓളം ആയിരുന്നു. പക്ഷേ പോലീസുകാർ വിശ്വസിക്കുന്നില്ല. കാരണം അത്ര ചെറിയ ഒരാൾ, വലിയ ആരോഗ്യം അല്ലെങ്കിൽ വലിയൊരു ശരീരമൊന്നുള്ള ഒരാളൊന്നുമല്ല. എങ്ങനെ ഇവന് ഇത്രയധികം കൊലപാതകങ്ങൾ നടത്താൻ കഴിയും? അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇത് വിശ്വസിക്കാതെ അവൻ്റെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഈ ഒരു യുവാവിൻ്റെ പേരെന്ന് പറയുന്നത് ശങ്കരിയ. അവൻ ജനിച്ചതിന് ശേഷം വീട്ടുകാരെല്ലാം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ആൺകുട്ടിയെ ലഭിക്കുകയാണ്. പക്ഷേ എല്ലാവരിൽ നിന്നും വിട്ടു നിൽക്കുന്നൊരു സ്വഭാവമായിരുന്നു അവൻ്റേത്. അവൻ 2-3 ദിവസം കൂടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടുകാരെ കാണാനാണെന്നും പറഞ്ഞ് രാത്രി പുറത്തേക്ക് പോകാറുണ്ട്. രാത്രി വളരെ വൈകിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളത്. അങ്ങനെ പോലീസുകാർ ചോദിക്കുന്നു, ഈ പറയുന്ന കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ്റെ കൂട്ടുകാരെ ആരും തന്നെ ഞങ്ങൾക്കറിയില്ല, പേര് പോലും അറിയില്ല. ഇതിൽ നിന്ന് പോലീസുകാർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അപ്പോൾ ശങ്കരിയെ പറയാം, സാർ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. അതെ,
25 വയസ്സുള്ള ശങ്കരിയ 1970-78 കാലങ്ങളിലായി ഏകദേശം 60-70 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും പോലീസുകാർക്ക് സംശയമാണ്, ഈ ചെറിയ പ്രായത്തിലെ ഇത്രയധികം കൊലപാതകം ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? അവൻ പറഞ്ഞ കാരണം കേട്ട് പോലീസുകാരും ഒരുപോലെ ഞെട്ടി. സാർ, ആദ്യമായി ഞാനിത് ചെയ്യുന്നത് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ്. ഒരാൾ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ വലിയൊരു ചുറ്റികയും ഉണ്ടായിരുന്നു. അയാൾ അടുത്തേക്ക് വന്നപ്പോഴേക്ക് ചുമ്മാതെ ഒരു രസത്തിന് അയാളുടെ കഴുത്തിൽ ഞാൻ ഒരൊറ്റ അടി കൊടുത്തു. ആ ഒരു ജീവൻ പോകുമ്പോഴുള്ള വേദനയോടെ അയാൾ കരഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അതെനിക്ക് വീണ്ടും കേൾക്കണമെന്ന് തോന്നി. പക്ഷേ ഒന്നുകൂടെ അടിക്കുമ്പോഴേക്ക് അയാൾ മരണപ്പെട്ടിരുന്നു. അതോടുകൂടി ആ ഒരു സംഗീതം പോലുള്ള ആ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കാതെ വന്നു. ഇതെന്നെ വളരെ വലുതായിട്ട് തന്നെ ആകർഷിച്ചു. ഈ തരത്തിൽ ഞാൻ ഇതിന് ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തോന്നി, എനിക്ക് അതേ സൗണ്ട് ഒന്നും കൂടി കേൾക്കണം. അങ്ങനെയാണ് വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവരെല്ലാം ഒരു തവണ കരയുന്നതല്ലാതെ രണ്ടാമത് കരയാറില്ല. ഒറ്റയടിക്ക് തന്നെ ഇവർക്ക് മരിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കൊലപ്പെടുത്തിയതെന്ന്. അവൻ്റെ ആ ഒരു വാക്കുകൾ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചു. അതായത് 25 വയസ്സിനുള്ളിൽ, അതും 1 വർഷം കൊണ്ട് 70 പേരെ കൊലപ്പെടുത്തി, അതും തൻ്റെ ഉന്മാദ അവസ്ഥയ്ക്ക് വേണ്ടി. അച്ഛനെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം ശങ്കരിയ ആ തരത്തിൽ പ്രകോപനപരമായി വീട്ടുകാരോട് പോലും പെരുമാറാറുണ്ടായിരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രകൃതം. രാവിലെ ജോലിക്ക് പോകും, തിരിച്ചു വരും, പിന്നെ കിടന്നുറങ്ങും, ഭക്ഷണം കഴിച്ച്, അങ്ങനെ. ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് രാത്രി ചുമ്മാതെ കൂട്ടുകാരെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇത്രയധികം ആൾക്കാരെ കൊല്ലുന്നത്? അങ്ങനെ ഇവൻ പറഞ്ഞ, അതായത് ഇവൻ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ചുറ്റിക വളരെ വലിയ പരിശോധനയ്ക്കൊക്കെ പോലീസുകാർ അയക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവൻ ചുമ്മാ കള്ളം പറയുകയാണോ, ഇവൻ എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ എന്നായിരുന്നു അപ്പോഴും ചിലർക്കൊക്കെ സംശയം. അങ്ങനെ രാസപരിശോധനയ്ക്കായി അയച്ച ചുറ്റികയിൽ നിന്ന് ഇവർക്ക് ആ നിർണായക തെളിവുകളൊക്കെ തന്നെ ലഭിച്ചു. ശരിയാണ്, ഇതേ ചുറ്റിക തന്നെയാണ് അവൻ 70 പേരെ കൊലപ്പെടുത്താനും ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യം ഒട്ടാകെ ഞെട്ടി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം കൊലപാതകങ്ങൾ. നമ്മൾ റിപ്പർ ചന്ദ്രനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ അയാൾ എപ്പോഴും ചെയ്തിരുന്നത് ഇത്രയധികം ഒരു കാലയളവ്, അതായത് ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലെയൊക്കെ ഫിക്സ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ശങ്കരിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് അവന് 3 ദിവസം കൂടുമ്പോൾ എത്തണമായിരുന്നു. അതുകൊണ്ടാണ് കേവലം 1 വർഷം കൊണ്ട് ഇത്രയധികം കൊലപാതകങ്ങൾ അവൻ ചെയ്തത്. ഒരുപാട് ക്രൈം സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, രാജ്യത്തിനകത്തും പുറത്തുമായിട്ട്. പൊതുവേ ഇത്രയധികം ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന സീരിയൽ കില്ലറുകളെ പറ്റി നമ്മൾ അറിയുന്നത് പോലും രാജ്യത്തിന് പുറത്തു നിന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറായി ശങ്കരിയ മാറുകയാണ്. 1979 ജനുവരിയിൽ ശങ്കരിയെ അറസ്റ്റ് ചെയ്ത് കേവലം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവനെ തൂക്കിലേറ്റുകയും ചെയ്തു. അതായത് 1979 മെയ് 16 ജയ്പൂർ ജയിലിൽ വെച്ചാണ് അവനെ തൂക്കിലേറ്റത്. ഒരു പക്ഷേ ശങ്കരിയുടെ മാനസികാവസ്ഥയായിരിക്കുമല്ലേ ഇത്തരത്തിൽ അവനെ കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. പക്ഷേ അവൻ്റെ ആ ഒരു ഉന്മാദ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മാനസികാവസ്ഥയ്ക്ക് വേണ്ടി ജീവൻ ബലിയാടാക്കേണ്ടി വന്നത് 70 പേർക്കാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.